അപ്പം എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തി എന്ന് പറഞ്ഞത് നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ്റെ ടൗൺ പ്ലാനിംഗ് ചെയർപേഴ്സൺ ആയിട്ട് ചുമതലയേറ്റിരിക്കുന്ന വടക്കുംഭാഗം ഡിവിഷൻ കൗൺസിലറുമായ മിസ്റ്റർ കുരുവിള ജോസഫാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗതം സാർ. നമസ്കാരം. അപ്പം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് കുരുവിള ജോസഫ്, വടക്കുംഭാഗം ഡിവിഷനിലെ കൗൺസിലറാണ്. നിലവിൽ കൊല്ലം കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഓക്കെ. അപ്പം ഈ രാഷ്ട്രീയത്തിലേക്കുള്ള നാൾ വഴികൾ എന്താണ്? ഇപ്പോൾ യൂത്ത് ഐക്കൺ എന്നൊക്കെയാണല്ലോ അറിയപ്പെടുന്നത്. യുവാക്കളുടെ ഭയങ്കര സ്വാധീനം, പിന്നെ ഫുട്ബോൾ ആയിട്ട് കുട്ടികളെ ബീച്ചിൽ കൊണ്ടുവന്ന് ലഹരിക്കെതിരെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് കുറേ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ബീച്ചിൽ. അതുപോലെ തന്നെ യുവാക്കൾക്ക് ഒരുപാട് മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന് ഒരുപാട് കേട്ടു. എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സാഹചര്യം? ഞാൻ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിൽ 2005 പഠനം ആരംഭിച്ചായിരുന്നു. അവിടെ നിന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ KSUവിലൂടെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് ഞാൻ 2008 ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി, കൊട്ടിയം പോളിടെക്നിക് കോളേജ് യൂണിയൻ ചെയർമാനായി. അത് കഴിഞ്ഞ് പിന്നെ ലാറ്ററൽ അപ്പം അത് കഴിഞ്ഞ് ഞാൻ KSU ബ്ലോക്ക് പ്രസിഡൻ്റായി, KSU ജില്ലാ സെക്രട്ടറിയായി, KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി, KSU സംസ്ഥാന സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ. പോളി കഴിഞ്ഞിട്ട് പിന്നെ എൻജിനീയറിങ്ങിന് ചേർന്നു. TKMലായിരുന്നു എൻജിനീയറിങ് പഠനം പൂർത്തിയാക്കിയത്. എന്നാലും ഫാദർ ഒരു പൊളിറ്റീഷ്യനായിരുന്നു. ഫാദർ പഴയ KPCC മെമ്പറും കൊല്ലം കോർപ്പറേഷനിലെ ആദ്യ പ്രതിപക്ഷ നേതാവും കൗൺസിലറും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചിലെ മുതലേ കാണുന്നത് ഈ രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം കണ്ട് നമ്മൾ ഇതിനകത്തോട്ടായിപ്പോയതാണ്, അല്ലാതെ അങ്ങനെയാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം. അപ്പോൾ ആദ്യം ഈ മുണ്ടക്കൽ വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത്? ആദ്യം ഞാൻ ഈ വടക്കും ഭാഗം ഈ മത്സരിച്ച ഈ ഡിവിഷനിൽ നിന്ന് ആദ്യം മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുണ്ടക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരിച്ചു, വിജയിച്ചു. പിന്നെ വീണ്ടും വടക്കും ഭാഗത്ത് അവസരം കിട്ടി വീണ്ടും വിജയിക്കാൻ സാധിച്ചു. അപ്പോൾ അല്ലാതെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അപ്പോൾ നമ്മുടെ ഈ പരിപാടി എന്ന് പറഞ്ഞൊരു സാമൂഹ്യ മാറ്റം കൊണ്ടുവരാനുള്ള, അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ചെയ്യുക, വ്യക്തികൾ ചെയ്യേണ്ട മാറ്റം വ്യക്തികളിലൂടെയാണ്, നമ്മളിലൂടെയാണ്, എന്നിലൂടെയാണ് മാറ്റം വരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിലെ കുറച്ച് സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എൻ്റെ അകത്തുള്ളത്. ഒന്ന്, ഇപ്പോൾ പറഞ്ഞല്ലോ ഈ നഗരത്തിൽ ഇപ്പം ടൗൺ പ്ലാനിംഗ് ചെയർപേഴ്സണായിട്ട് കിട്ടി. അപ്പോൾ ഇനിയുള്ള ഒരു വരുന്ന കാലങ്ങളിലേക്ക് നമ്മൾ ടൗൺ പ്ലാനിങ്ങിലുള്ള ദർശനം, അതായത് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്? കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ കൗൺസിൽ കാലയളവിൽ ഞാനിവിടെ കൗൺസിൽ മെമ്പറായിരുന്നു. ആ കാലയളവിൽ ഒരു ടൗൺ പ്ലാനിങ് 2040 കൊല്ലം പട്ടണം എങ്ങനെ ആയിരിക്കണമെന്നൊരു സെൻട്രൽ ഗവൺമെൻറ് ഗൈഡ് ലൈൻസോടുകൂടി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കോർപ്പറേഷൻ അമൃത് 2 സെക്ഷൻ വഴി നമ്മളൊരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ടായി. ആ പഠനം പൂർത്തിയാക്കി അത് ഗവൺമെൻറ്റിൽ അയച്ചു, അതിന് അപ്രൂവൽ കിട്ടി. അത് വിവിധ മേഖലകളിൽ റോഡ് വികസനമായാലും മാലിന്യ സംസ്കരണമായാലും അങ്ങനെ എല്ലാ മേഖലകളിലും അതിനൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ച് മുന്നോട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ പ്രോജക്റ്റിൽ തന്നിരിക്കുന്ന ഒരു നിർദ്ദേശം. അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ. അതുപോലെ നമുക്ക് ഈ നഗരത്തിൽ ജനസംഖ്യ വർധന ഭയങ്കര കൂടുതൽ. കാരണം എല്ലാവർക്കും നഗരത്തിൽ പാർക്കണം, അവർക്ക് പുതിയ ഫെസിലിറ്റീസൊക്കെ ഇടണം. അപ്പോൾ എല്ലാവരും ഇത് ഒരുപാട് പേര് ചിലപ്പം ഈ അവർക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടാനായിട്ട് നഗരത്തിലേക്ക് വന്ന് ചേക്കേറി താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ നഗരത്തിലുണ്ടാകുന്ന ജനസംഖ്യ വർധനം എങ്ങനെയാണ് ഈ ടൗൺ പ്ലാനിങ്ങിനെ ബാധിക്കുന്നുണ്ടല്ലോ ശരിക്കും? തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ട്രാഫിക്കുകളെ ബാധിക്കുന്നത് ഭയങ്കരമായി. നമ്മൾ ഈ കൊല്ലം പട്ടണം കൺജഷനാണ്. അതിന് നമ്മൾ ഈ കൊല്ലം പട്ടണത്തെ ചുറ്റുപാട് നിന്ന് വികസിപ്പിക്കാൻ നോക്കാതെ കൊല്ലം പട്ടണത്തിൻ്റെ ഔട്ട്സ്കേർട്സുകൾ എന്ന് പറയുന്ന കൊല്ലത്തിൻ്റെ ഇപ്പം ബൈപ്പാസ് മേഖല കൊല്ലം കോർപ്പറേഷൻ പരിധിയിലോട്ട് വരുന്ന മേഖല. നമ്മുടെ വികസനം ഇനി കുറച്ച് അങ്ങോട്ട് മാറണം. വികസനം ഇനി അങ്ങോട്ട് ടൗൺ ചിന്നക്കടയും ആശ്രാമവും മുണ്ടയ്ക്കലും നമ്മുടെ ഈ താമരക്കുളം ഈ ഡിവിഷനുകളിൽ നിന്ന് കളക്ടറേറ്റുകളിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് ഔട്ട്സ്കേർട്സിലോട്ട് ഈ ബൈപ്പാസിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള വികസന കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ നമുക്ക് തീരദേശ ഹൈവേ വരുന്നു. അപ്പോൾ തീരദേശത്ത് ഹൈവേ വഴിയും പോർട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അതിന് മുൻഗണന നൽകി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികളുമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. നമുക്കിപ്പം നിലവിൽ സർക്കാർ സ്കൂളുകളുണ്ടല്ലോ. അപ്പോൾ ഈ ടൗൺ പ്ലാനിങ്ങിൽ ഇതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സ്കൂളുകളിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ചെയ്തു കൊടുക്കാൻ നിലവിലുള്ള
സൗകര്യങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തു ഈ കൊടുക്കാൻ? ടൗൺ പ്ലാനിങ്ങിന് പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഒന്നും ചെയ്തു കൊടുക്കാനുള്ളൊരു അധികാരമില്ല ഇല്ല. നമുക്ക്. പക്ഷേ നമുക്ക് കുറേ കാഴ്ചപ്പാടുകളുണ്ട് സ്കൂളുകളിൽ ഇന്നതൊക്കെ ചെയ്യണമെന്ന്. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഈ വിദ്യാർത്ഥികളെ ഈ ലഹരിക്കെതിരായിട്ട് വളരെ വലിയ ബോധവൽക്കരണം നടത്തണം. നമ്മുടെയൊക്കെ പ്രദേശത്തും എല്ലായിടവും മയക്കുമരുന്ന് അതിരൂക്ഷമായി കൊച്ചു കൊച്ചു ആളുകളുടെ ഇടയിൽ വരെ കൊച്ചു കൊച്ചു പിള്ളേർ വരെ ഇതിന് അഡിക്ഷനാവുന്ന സ്ഥിതിയുണ്ട്. അതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ബോധവൽക്കരണവും വലിയ രീതിയിലുള്ള നിയമ നടപടികളും കൃത്യമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ. ഉദാഹരണത്തിന് ഇപ്പം ഈ ടൈഡോൾ പോലുള്ള ഗുളികകളുണ്ട്. ഈ നമ്മുടെ ഈ തീരദേശ പ്രദേശത്ത് ഒരുപാട് ചെറുപ്പക്കാർ മരണപ്പെടുന്നതൊക്കെ സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ ഈ ടൈഡോള് പിടിച്ചാൽ പോലീസിനും എക്സൈസിനും കേസെടുക്കാനുള്ള വകുപ്പില്ല. അവരെ അപ്പം തന്നെ പോലീസുകാരെ ഇറക്കി അവർക്ക് നിയമപരമായി കേസെടുക്കാനാണ്. അപ്പോൾ ഗവൺമെൻറ് ഇതേണക്കത്തുള്ള കേസുകളെ അടിയന്തരമായി ഇടപെട്ട് ഇങ്ങനെയുള്ള ഇത് ഉപയോഗിക്കുന്നതിന് എതിരായിട്ട് ഒരു നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരണം. കേസെടുത്താൽ അതിന് കടുത്ത ശിക്ഷ കിട്ടും എന്ന് ഒരു പൊതുസമൂഹത്തിനൊരു തോന്നൽ വന്നാൽ കുറേയൊക്കെ ഇത് ഇപ്പം ഒരുപാട് ചെറുപ്പക്കാർ എനിക്കറിയാവുന്ന തന്നെ പേഴ്സണലായിട്ട് ഒരുപാട് വീട്ടുകാർ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് ഈ ലഹരിയുടെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്. മദ്യത്തിന് അതീതമായി ചെറുപ്പക്കാർ ഒരു 15 വയസ്സ് മുതലേ പിള്ളേരെല്ലാം ഇതിലോട്ട് പോകുന്നൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നിലനിൽക്കുന്നു. അതിന് വലിയ കൂട്ടായ ഒരു പോരാട്ടം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു അതിനെതിരായിട്ട്. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ കാര്യം പറഞ്ഞു. എനിക്കൊന്ന് പണ്ട് കാലങ്ങളിൽ അപേക്ഷിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗം ഇപ്പം വളരെ രൂക്ഷമാണ്. കൂടുതലല്ല, രൂക്ഷം തന്നെയാണ്. ഈ വരും തലമുറകൾ എനിക്ക് തോന്നുന്നു മയക്കുമരുന്നിന് അടിമകളാകുന്ന 99% ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ എനിക്ക് തോന്നിയിട്ടുള്ളത് പലരും ഇതിൽ നിരീക്ഷകരും പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടികൾ ഒറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ അടച്ചിടുന്ന സമയങ്ങളിൽ അവർ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കയറുമ്പോഴാണ്. പണ്ടുള്ളതാണെങ്കിൽ കളിസ്ഥലങ്ങൾ, പൊതുവായിട്ടുള്ള കളിസ്ഥലങ്ങൾ കുട്ടികളെ ഇപ്പം ഒന്നാമത്തെ കാര്യങ്ങൾ പുതിയ തലമുറയിലുള്ള മാതാപിതാക്കൾ കൂട്ടുകാരോട് കളിക്കാൻ വിടാറില്ല. കാരണം അവിടെ പോയി ചീത്തയാവുക ഇരിക്കുക, മൊബൈലും കൊടുത്ത് വീട്ടിൽ. അപ്പോൾ ഇവർ ഈ മൊബൈൽ വഴി വേറെ സ്ഥലത്തുള്ള ആൾക്കാർ പല ബന്ധങ്ങളും ഇതൊക്കെയാണ്. അപ്പം ഈ ടൗൺ പ്ലാനിങ്ങിൽ പുതിയൊരു പദ്ധതിയിൽ എന്തെങ്കിലും ഇതുപോലെ പൊതു കളിസ്ഥലങ്ങൾ ഏതെങ്കിലും ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു 4-5 വാർഡ് കേന്ദ്രീകരിച്ചെങ്കിലും ചെയ്യാനുള്ളൊരു പദ്ധതികളെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? തീർച്ചയായും. ഞാനൊരു ഡോൺ ബോസ്കോ ഫുട്ബോൾ അക്കാഡമിയുടെ സെക്രട്ടറിയും കൊല്ലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു ട്രഷറുമാണ്. അപ്പം ഞാൻ ഇപ്പോഴും ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായും കൊല്ലം പട്ടണത്തിലെ വിവിധ ഭാഗങ്ങളിൽ കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഊർജിതമായ ശ്രമം ഈ 5 വർഷത്തിനിടയ്ക്ക്, ഈ 5 വർഷം കൊണ്ട് ഒരു 5 കളിസ്ഥലമെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള തീവ്രമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്നിട്ട് കുട്ടികളെ ഇതിനകത്തോട്ട് കൊണ്ടുവരണം. ഇപ്പം രക്ഷകർത്താക്കൾ ഇപ്പോൾ കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നതിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാര്യം ഇപ്പോൾ ഡോൺ ബോസ്കോ അടക്കമുള്ള അവിടെ ഏതാണ്ട് ഒരു 100ഓളം വിദ്യാർത്ഥികൾ വന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രക്ഷകർത്താക്കളാണ് കൊണ്ടുവിടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ. അത് താങ്കൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു മേഖല ആയതുകൊണ്ടും അവിടെ അതിന് അനുയോജ്യമായ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നു. പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെയല്ല. പല സ്ഥലങ്ങളും നമുക്ക് അല്ലാതെ അറിയാം. കുട്ടികളെ ചിലപ്പോൾ ഗ്രൗണ്ടിലോട്ട് കളിക്കാൻ പോകുന്ന സമയത്ത് അങ്ങോട്ട് പോയി കളിക്കേണ്ട, അവിടെ ശരിയാവത്തില്ല. കാരണം അവിടെ ചില ഗ്രൗണ്ടുകളിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ പ്രവർത്തനങ്ങൾ ഉള്ളതും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അതുകൊണ്ട് പറഞ്ഞു. അതാണ് നമ്മൾ ഈ ഒരുപാട് ഫുട്ബോൾ തന്നെ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കളിക്കാൻ പോകുന്നവരൊന്നും ഒരുവിധപ്പെട്ട ലഹരിയിലൊന്നും പോയി വീഴത്തില്ല. നമ്മുടെ ഈ തീരദേശ പ്രദേശത്ത് തന്നെ ഒരുപാട് നല്ല ടാലൻ്റ് ഉള്ള ഒരുപാട് പിള്ളേരുണ്ട്. അവർക്ക് കൃത്യമായ ഗൈഡ് ലൈൻസ് ഇല്ല. അവർക്ക് ഇതെങ്ങനെ പോകണമെന്നറിയില്ല. അവരെ എങ്ങനെ ഇതിലോട്ട് വന്നാലും അവരെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഇതൊക്കെയാണ് ഇല്ലാത്തത്. ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കോസ്റ്റൽ മേഖലയിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ എന്നേ രക്ഷപ്പെട്ടു പോകേണ്ടതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. നമ്മുടെ ഈ പ്രദേശത്ത് വളർന്നു വരുന്ന മക്കളെ ഈ സമൂഹത്തിനും എല്ലാം ഉന്നതിയിലെത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ നഗര വികസനത്തിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ സർക്കാർ മാത്രമല്ല, പൊതുജനങ്ങൾ വേണം. അതിൽ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ വേണം പ്രവർത്തിക്കാൻ. അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് എന്താണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്? നിലവിൽ സ്ത്രീ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ
56 ഡിവിഷൻ കൗൺസിലർ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മേജർ സ്ത്രീകളാണ് ഉള്ള അല്ല ഞാൻ പറയാം അതിൻ്റെ സ്റ്റാറ്റിക്സ് വെച്ച് കൂടുതലും വനിതകളാണ്. ഡെപ്യൂട്ടി മേയർ വനിതയാണ്. സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ 50% വനിതാ സംവരണമാണ്. അപ്പം എല്ലാ കാര്യത്തിനകത്തും എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ കാട്ടി കൂടുതൽ പരിഗണന ഈ കാലഘട്ടത്തിൽ കിട്ടുന്നത് സ്ത്രീകൾക്കാണ്. ടൗൺ പ്ലാനിംഗ് എന്നല്ല, എല്ലാ മേഖലകളിലും അവർക്ക് കൃത്യമായ പരിഗണന ഇപ്പോൾ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുരുഷന്മാരെ കാട്ടി കൂടുതൽ ഇപ്പോൾ ജോലി ചെയ്ത് ഏൺ ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അല്ല, സ്ത്രീകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എന്നൊന്നും ശരിക്കും പറയേണ്ടത്. കാരണം പല വീടുകൾ നമ്മൾ കാണാം, സ്ത്രീകളാണ് ഇപ്പോൾ കൂടുതലും ജോലി ചെയ്യുന്നത്. ആണുങ്ങൾക്ക് ഇപ്പോൾ പ്രഷറുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അവർ ക്വിറ്റ് ചെയ്യുകയാണ്, അടുത്ത ജോലി കിട്ടുന്നവരെ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ മാത്രമേ ഉള്ളൂ അതൊക്കെ തരുണം ചെയ്ത് മുമ്പോട്ട് പോയി അവർ ജോലി ചെയ്ത് മുമ്പോട്ട് പോകുന്ന കുറച്ചുള്ള. കൂടുതലും ഈ പറഞ്ഞ സ്ത്രീകൾ തന്നെയാണ് നല്ല നല്ല പോസ്റ്റിലും ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പങ്കാളിത്തം എന്തുമാത്രം പൊരുത്തുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ സ്ത്രീ സുരക്ഷയാണല്ലോ. ഇപ്പോൾ എവിടെ പോയാലും സ്ത്രീ സുരക്ഷ, ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ടെല്ലാം കാണാം, സ്ത്രീ സുരക്ഷയാണ്, സ്ത്രീ ശാക്തീകരണം എല്ലാം വേണം. അപ്പോൾ ഈ ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് വി പാർക്ക് വന്നിരിക്കുന്നു, അവിടെ വന്നതിന് ശേഷം ഫാമിലിയായിട്ട് ഒരുപാട് പേര് വന്നിരിക്കുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു ഒക്കെ. ഇതുപോലെ സ്ത്രീ സുരക്ഷാ സ്ഥലങ്ങൾ ഇനി എന്തെങ്കിലും പ്ലാനിങ്ങിലുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. വി പാർക്ക് എന്നല്ല, നമ്മുടെ ഈ കൊല്ലം പട്ടണത്തിൽ ഒരു ഫാമിലിയായിട്ട് പോയി സ്വാതന്ത്ര്യമായിട്ട് ഇരിക്കാനുള്ള സങ്കേതങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, സത്യമാണ്. ഒന്നുമില്ല. നമുക്ക് ആകെ ഇവിടെയുള്ള ഒരു കൊല്ലം ബീച്ചാണ്. ബീച്ച് തന്നെ ഒരുപാട് കയറി ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുകയാണ്. അപ്പോൾ ഈ വി പാർക്ക് വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഫാമിലികൾ പോയി ഇരിക്കാൻ സ്ഥലങ്ങൾ തേടുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ഈ കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ പലയിടത്താണ്. ഇപ്പം ആശ്രാമം മൈതാനം കൊല്ലത്തെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ കൊല്ലത്തെ അല്ലെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രൗണ്ടും അത്ര ആംബിയൻസ് ഉള്ള മരങ്ങളും ഒരുപാട് ആളുകൾ നടക്കാൻ പോകുന്നതുമായ ഒരു വലിയ ആശ്രാമം, അഷ്ടമുടി കായൽ, നമ്മുടെ റെസ്റ്റ് ഹൗസ്, ചിൽഡ്രൻസ് പാർക്ക്, തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ പാർക്ക് അടങ്ങുള്ള ഒരു വലിയൊരു സംവിധാനമുണ്ട്. മരങ്ങളും നല്ല കൃത്യമായി കൊല്ലം പട്ടണം ഇത്രയും കാലമായിട്ടും ആ മേഖലയെ കൃത്യമായി ഉപയോഗിക്കാൻ നമ്മളാരും തയ്യാറായിട്ടില്ല. എന്നുവെച്ചാൽ അവിടെ അതൊരു സ്പെഷ്യൽ സോണാക്കിയിട്ടുണ്ട്. അവിടെ പാർക്കുകൾ പോലുള്ള നല്ല പാർക്കുകൾ അവിടെ ഉണ്ട്. ജനങ്ങളെ ആകർഷിക്കുന്ന പാർക്കുകളില്ല. പേരിന് കുറേ പാർക്കുകളുണ്ട്, അവിടെ വേണ്ട ഫെസിലിറ്റീസ് ഇല്ല. ആ ഫെസിലിറ്റീസൊക്കെ കൊടുത്താൽ ആ പ്രദേശം വി പാർക്ക് എന്നല്ല അതിനപ്പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള സ്ഥലമായി നമ്മുടെ ആശ്രാമ മൈതാനത്തിന് നമുക്ക് മാറ്റാൻ കഴിയും. അത് എല്ലാം കോർപ്പറേഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് അവിടെ എനിക്ക് തോന്നുന്നു അവിടെ നടക്കാൻ വരുന്ന വാക്കേഴ്സ് ക്ലബ്ബ് തന്നെ ഒരു 4-5 വാക്കേഴ്സ് ക്ലബ്ബ് സജീവമായിട്ട് നടക്കുന്നവരുണ്ട്. ഞാൻ അവിടെ ഞാൻ മത്സരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരെല്ലാം വളരെ സീരിയസ് ആയിട്ട് ആക്ടിവിറ്റിയിൽ ഇടപെടുന്നവരാണ്. അപ്പോൾ അവരെയൊക്കെ പങ്കെടുക്കും. പിന്നെ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെല്ലാം ആ പ്രദേശം യൂട്ടിലൈസ് ചെയ്യാണ്. അപ്പോൾ ആ പ്രദേശം വൃത്തിയായി കിടക്കേണ്ട ഉത്തരവാദിത്തം അവരെയും കൂടെ ഏൽപ്പിച്ച് കോർപ്പറേഷന് ചെയ്യാവുന്ന കോർപ്പറേഷനും ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന ഗവൺമെൻറ്റും നമ്മുടെ സൊസൈറ്റി എല്ലാം കൂടെ ചേർന്ന് വികസനവും ഇതാവത്തുള്ളൂ. ആ ഒരു ലെവലിൽ അതിനെ കൊണ്ടുപോകാനാണ് എൻ്റെ ഒരു ഐഡിയ. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ 100% കറക്റ്റ്. ഞാനത് യോജിക്കുന്നതാണ്. കാരണം നമ്മൾ എല്ലാം സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ കഴിക്കണം, നമുക്ക് അസുഖമുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളാണത് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അതിന് സർക്കാരിനെ ആശ്രയിച്ചിരിക്കുന്നത് ഒരു നല്ല ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ പറഞ്ഞ കണക്ക് ഗവൺമെൻറ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ പ്രൈവറ്റ് മേഖലയിലുള്ള ആൾക്കാരുണ്ട്, അവരെ ഉൾപ്പെടുത്തി ചെയ്താലും ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അത് നമ്മുടെ മെൻറ്റാലിറ്റിയുടെ ഭാഗമാണ്. പക്ഷേ എനിക്ക് വളരെ രസകരമായൊരു സംഭവമുണ്ട്. ഞാൻ മുണ്ടക്കൽ ഡിവിഷനിൽ കൗൺസിലറായി. ആ കൗൺസിലറായ സമയത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞു. അപ്പോഴത്തേന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കക്ഷി വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പൂച്ച അവിടെ ചത്ത് കിടക്കുന്നു. അപ്പം ഞാൻ ഹെൽത്തിൽ വിളിച്ചു, ആളിനെ കിട്ടുന്നില്ല. വിളിച്ചിട്ടും ആൾ വരുന്നില്ല. അപ്പം മറ്റേ പുള്ളി എന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നേരെ അവിടെ ചെന്നു. ഞാൻ എന്നിട്ട് പുള്ളി എടുത്ത് വെച്ച് മമ്മട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. മമ്മട്ടി എടുത്തിട്ട് ഞാൻ ഈ പൂച്ചയെ എടുത്ത് കുഴിച്ചിട്ടു. അദ്ദേഹത്തിന് അത് ചെയ്യാം, എങ്കിൽ പോലും അതല്ല, അത് എൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ്
നമ്മൾ ജീവിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇത് ഓരോ ഇൻഡിവിജ്വലിനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അത് ചെയ്യില്ല. ഇപ്പോൾ കൗൺസിലറിനെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ വന്ന് ചെയ്യാൻ വേണ്ടിയാണ് എന്നൊരു സോഷ്യൽ സെറ്റയർ നമ്മുടെ ഈ നാട്ടിൽ നിൽപ്പുണ്ട്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ പിന്നെ അതിൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവം പറഞ്ഞാണ് ഇത് ചെയ്തത്. ഓക്കെ, അത് പൊതുവെ നമ്മളെല്ലാം കണ്ടുവരുന്നൊരു സംഭവം തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ വാർഡ് കൗൺസിലറിനെ വിളിക്കുക, വാർഡ് മെമ്പറെ വിളിക്കുക. ഇതൊക്കെ ചെയ്യാനല്ലല്ലോ, നമ്മുടെ വീട്ടിലെ പ്രശ്നം തീർക്കുന്നത് നമ്മളാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ട്രാഫിക്കിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നല്ല ട്രാഫിക് ബ്ലോക്കാണ്, കാരണം ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്, പലയിടത്തും വികസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമ്മളെല്ലാവരും സ്വകാര്യ വണ്ടിയിൽ തന്നെ പോകുന്ന ആൾക്കാരല്ലേ? കാരണം ഒന്ന്, നമുക്ക് സ്വകാര്യ വണ്ടി ഉണ്ട് എന്ന് കാണിക്കുക, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട്, നമുക്ക് കുറച്ചുകൂടി നേരത്തെ പോകണം, സമയത്തുണ്ട്. നമുക്ക് ഈ തിക്കും തിരക്കൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറ്റുന്നില്ല. കാരണം പ്രത്യേകിച്ച് നമുക്കൊരു ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല തിരക്കൊക്കെയാണ്, പറ്റത്തില്ല. അപ്പോൾ ഈ പൊതുഗതാഗതം വന്നാൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ ട്രാഫിക്കിന്, ഇനിയിപ്പോൾ എത്ര വലിയ റോഡ് വന്നാലും പൊതുഗതാഗതം ഉപയോഗിക്കുന്ന ജനത ഉണ്ടെങ്കിൽ മാത്രമേ ട്രാഫിക്കിന് ഒരു ചെറിയെങ്കിലും അഴിവ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനോ ഇതിൽ ഉണ്ടോ? നിലവിൽ തിരുവനന്തപുരത്തൊക്കെ സിറ്റി റോഡ് കണക്കത്തുള്ള സിറ്റി ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ കൊല്ലത്തൊന്നും നിലവിൽ അതിനൊന്നും സാധ്യത ഇതുവരെ അതിനെക്കുറിച്ചൊരു പഠനമോ ഒന്നും ചെയ്യില്ല. അതിനെക്കുറിച്ച് കൃത്യമായൊരു പഠനമൊക്കെ നടത്തി നമ്മൾക്ക് ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ റോഡുകളെല്ലാം റോഡുകളെല്ലാം ചെറുതാണ്. അതൊരു വളരെ വലിയ വിഷയമാണ്. ഒരു ബസ് പോകാൻ പറ്റിയ റോഡുകൾ നമ്മുടെ പ്രദേശത്ത് കൊല്ലം ടൗണിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ റോഡ് ഇപ്പോഴും പല റോഡുകളും ഒരു കാറ് പോയാൽ ഒരു കാറ് വരുമ്പോൾ ബ്ലോക്ക് ആവുന്ന സിറ്റുവേഷനിൽ കൂടെ തന്നെയാണ് നമ്മുടെ പ്രദേശത്തെ മിക്കവാറും. ആ കുറേ റോഡുകൾ വൈഡനിങ് ചെയ്യാനുള്ള പ്രപ്പോസലുകൾ പണ്ട് മുതലേ എടുത്തു വെച്ചിട്ടുണ്ട്. ആ റോഡുകൾ പോലും വൈഡനിങ് ചെയ്യുക ഒരു പ്രവൃത്തിയായിട്ടൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായൊരു പഠനം നടത്തി റോഡ് ട്രാഫിക് കൃത്യമാക്കാനുള്ളൊരു പ്രവൃത്തിയിലൂടെ നമ്മൾ മുന്നോട്ട് വരും. അത് ഞാനൊരു പൊതുജനം എന്ന രീതിയിൽ എനിക്കുള്ള ഒരു അഭിപ്രായമാണ്. ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ റോഡുകൾ ചെറുതാണ് എന്ന് താങ്കൾ പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പലരും കറക്റ്റായിട്ട് ട്രാഫിക് നിയമം പാലിക്കുന്നവരല്ല, ഇല്ലേ? നമ്മൾ രണ്ടുപേരും ഉൾപ്പെടെ നമ്മൾ കറക്റ്റായിട്ട് 100% പാലിക്കുന്നവരല്ല. നമ്മൾ എന്ന് പാലിക്കുന്നു അന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം ഉറപ്പായി കിട്ടും. കാരണം വൺ വേ റോഡുകളുണ്ട്, അവിടെ നമുക്കറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആവും നമുക്കറിയാം. എന്നാലും നമ്മൾ പോകും. അവിടെ കുറച്ചുകൂടി ശ്രദ്ധ ചെയ്യുന്നത്, കാരണം ഈ ഹെൽമെറ്റ് പിടിക്കാനും അതുപോലെ തന്നെ വണ്ടിയിൽ ബുക്കും പേപ്പറും ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് അവിടെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ളതാണ്. രണ്ട്, നമ്മുടെ മെയിൻ റോഡുകളിലുള്ള ആ റോഡുകളിലെല്ലാം പാർക്കിംഗ് ഉണ്ട്, ആ പാർക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ്. വണ്ടി വരിക, ആളെ ഇറക്കുക, പോവുക. കാരണം അവിടെ ആ പാർക്കിംഗ് വെക്കുന്ന സമയത്ത്, വണ്ടി പാർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്താണ് ബാക്കി ബ്ലോക്ക് വരുന്നത്. വണ്ടി റിവേഴ്സ് എടുത്ത് പോകാൻ, കാരണം ഒരു വണ്ടി റിവേഴ്സ് എടുത്ത് അവിടെ ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ സംവിധാനം വരുന്നത് കൊണ്ട് നിങ്ങളോടും ഒരു റിക്വസ്റ്റാണ്, ആ പൊതു റോഡുകളിലുള്ള പാർക്കിംഗ് മാറ്റിയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള പാർക്കിങ്ങോ, ഇപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ താഴെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്. അതുപോലെ കുറച്ച് പ്രൈവറ്റ് ഏജൻസികൾ പോലെ പാർക്കിംഗ് ഏരിയകൾ തുടങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൻ റോഡുകളിലെ ആ പാർക്കിംഗ് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സുഗമമായിട്ട് വണ്ടികൾ ഓടിപ്പോകാൻ സാധിക്കുമെന്ന് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ നിരീക്ഷിച്ച് വരുന്നൊരു കാര്യമാണ്. ഞാനും അതുപോലെ തന്നെ, അത് മാത്രമല്ല ജനങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് പുറകെ വരുന്ന വണ്ടിക്കോ ആ വീട്ടിൻ്റെ മുറ്റത്തിരിക്കുന്ന ആൾക്കോ ബുദ്ധിമുട്ടുണ്ടാവാതെ പാർക്ക് ചെയ്യണമെന്നുള്ള സാമാന്യ ബോധം പൊതുജനമായ നമുക്ക് വേണം. ഞാനത് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആ വണ്ടിക്ക് എടുക്കാൻ പറ്റുന്നതാണോ, നമ്മുടെ വണ്ടി എടുക്കുമ്പോൾ തട്ടാതിരിക്കുമോ, വേറൊരു വണ്ടി വെക്കാൻ പറ്റുമോ. അത് വീട്ടിൻ്റെ സൈഡിലാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും, ചേട്ടോ ചേച്ചി ഇതൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട്, അവർ ഉറപ്പ് തരുവാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്തുള്ളൂ. അങ്ങനത്തെ ഒരു പൊതുബോധം നമ്മൾ ഇനിയെങ്കിലും വളർത്തിയെടുക്കണം. അതിൻ്റെ കൂടെ ഇത് കൂടി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ. ഉറപ്പായിട്ടും നല്ലൊരു സജഷനാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാഫിക് അതോറിറ്റിയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അവരുമായിട്ടൊരു മീറ്റിംഗ് ഒക്കെ ഇനി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു സജഷനായിട്ട് അവരുടെ അടുത്ത് ഇത് അവതരിപ്പിക്കുക. ഓൾറെഡി പലയിടത്തും പാർക്കിംഗ് ഉണ്ട്. ഈ പറഞ്ഞ കണക്കാം, എല്ലാവരും കടയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു, ചാടി ഇറങ്ങുന്നു, ഒരു സാധനം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറുന്നു. അത് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതാണ് നമ്മുടെ ഈ ചിന്നക്കടയിലെ ഈ പായ്ക്കർ റോഡായാലും ഇപ്പുറത്തെ റോഡായാലും എല്ലാം അങ്ങ് കഞ്ചഷൻ. അവിടെ വണ്ടി പാർക്കിംഗ് സ്ഥലമില്ല. പായ്ക്കട റോഡിൽ ലോഡിങ് ഇറക്കുന്ന വണ്ടികളുണ്ട്. അപ്പോൾ അവിടെ ആ വണ്ടി ഇറക്കി ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റ് പാർക്കിങ്ങൾ ഒഴിവാക്കിയാൽ അവർക്ക് അവരുടെ ജോലി നടക്കും, നമുക്ക് സ്വസ്ഥമായിട്ട് പോകാം. പിന്നെ വൺ വേ അത് സ്ട്രിക്റ്റ് ആക്കുക എന്നുള്ളതാണ്. സ്ട്രിക്റ്റ് ആക്കിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ല.
ഞാനത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാനത് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ പോകും, തിരിച്ചതുപോലെ വരുന്ന ആളാണ്. കാരണം എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ താല്പര്യമില്ല. ഞാനതുപോലെ ആ വണ്ടിയിൽ പോകുമ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാറുമില്ല. പിന്നെ കുറച്ച് ഈ ഇതിൽ ഒഴിവാക്കപ്പെട്ട കുറേ വിഭാഗമുണ്ട്. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളിത് തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നിശ്ചയിട്ട് കുറേ ആൾക്കാരുണ്ട്. അവർക്ക് കൂട്ടുപിടിക്കാൻ പല സംഘടനകളും വരും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി പ്രബന്ധിച്ചാൽ നമുക്ക് ഈ ഉള്ള സംവിധാനത്തിൽ സുരക്ഷിതമായിട്ടും സൗകര്യമായിട്ടും പോകാം എന്നുള്ളത് തന്നെയാണ് ഒന്ന്. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഈ ഈ പറഞ്ഞ കണക്ക് നഗരസഭ വികസനത്തിന് എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് എല്ലാ ഡിവിഷനിലെയും ആളുകളെ പങ്കാളികളാക്കി വർക്കിംഗ് ഗ്രൂപ്പുകൾ വിളിച്ച് ഇവരുടെ നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പറയുക, ആ നിർദ്ദേശാടിസ്ഥാനത്തിലൊക്കെയാണ്. ഈ നിർദ്ദേശങ്ങൾ പറയുന്നതിനപ്പുറത്തോട്ട് അത് നടക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു 5 വർഷത്തെ ഒരു പലരും പല നിർദ്ദേശങ്ങൾ പറയും. ആ നിർദ്ദേശങ്ങളായി നിൽക്കും. ഇപ്പം ആരോ ആയിക്കോട്ടെ, ഒരു നിർദ്ദേശം പറയുന്നത് നമ്മൾക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിന് നല്ലതാണെങ്കിൽ അത് എടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഞാൻ. എന്ന് വെച്ചാൽ അത് നമ്മുടെ എതിരാളിയായിട്ട് ഏത് ഇതായിക്കോട്ടെ, രാഷ്ട്രീയത്തിനായിട്ടുള്ള അദ്ദേഹം പറയുന്ന ആ നിർദ്ദേശം നല്ലതാണ്. നല്ലതാണെങ്കിൽ അത് എടുക്കുക, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ചെയ്യും. പിന്നെ ഈ പ്രാവശ്യം പൊതുജനങ്ങളുടെ കൂടുതൽ പങ്കാളിത്തവും ഈ പ്രാവശ്യം UDFിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞിരിക്കുന്ന നടക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഇതിലൊക്കെ ഉൾക്കൊള്ളിക്കുക. വാഗ്ദാനങ്ങൾ കൊടുക്കുക. ഒരു കാര്യം നടത്താൻ പറ്റുമെങ്കിൽ അത് നടത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലാതെ കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞു ഒന്നും നടക്കാതിരുന്നിട്ട് കാര്യം തന്നെ ഒരെണ്ണം നടത്തിയാൽ അതെങ്കിലും നടത്തി എന്ന് പറയാൻ നമുക്കൊരു കാര്യം. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഒരു സാധാരണ പൗരൻ, ഇപ്പം ഞാനായിക്കോട്ടെ, സാധാരണ പൗരൻ എന്ന നിലയിൽ എനിക്ക് ടൗൺ പ്ലാനിങ് ഈ കാര്യങ്ങളിലെല്ലാം എങ്ങനെ എനിക്ക് പങ്കാളിയാവാൻ പറ്റും? ടൗൺ പ്ലാനിങ്ങിൻ്റെ കാര്യം എന്ന് പറയുന്നത് മൊത്തം കൊല്ലം പട്ടണത്തിൽ ഒരു ടൗൺ പ്ലാനിങ് ഓഫീസറുണ്ട്. അപ്പം ഇത് സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം അല്ല. അതാണ് ഇതിൻ്റെ വേറൊരു. ഇത് എൻജിനീയേഴ്സും മേയറും അങ്ങനെ നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ട്രാഫിക്, നഗര സൗന്ദര്യവൽക്കരണം, ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ഈ ടൗൺ പ്ലാനിങ്ങിനകത്തോട് മാക്സിമം വരുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഡേ ടു ഡേ കാര്യം ഇതിനകത്ത് അവൻ്റെ ഒരു പങ്കാളിത്തം ഇതിനകത്ത് വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഈ മേഖലയിലുള്ള ഒരുപാട് വിദഗ്ധരുണ്ട്. ഞാൻ TKMലാണ്. അവിടുത്തെ പല സാറുമാരും ഒക്കെ ആർക്കിടെക്ചറുണ്ട്. അവർക്കൊക്കെ ഓരോ കൺസെപ്റ്റുകളുണ്ട്. നമ്മുടെ കൊല്ലം പട്ടണം എങ്ങനെ ആയിരിക്കണം, അവർക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. നമുക്കില്ലാത്ത കുറേ ഐഡിയാസ് അവർക്കുണ്ട്. അപ്പോൾ അവരെ പോലുള്ളവരെ അവരുടെയൊക്കെ ഐഡിയാസ് നമ്മൾ വാങ്ങുക, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ. അല്ലാതെ നമ്മുടെ കോർപ്പറേഷൻ, ഞാനിത് കുറ്റം പറയല്ല, നമ്മുടെ പോളയത്തോടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു കാർ പാർക്കിംഗ് ആണ്. അവിടെ എന്ന് കെട്ടിന്ന് അന്ന് തൊട്ട് മഴ പെയ്താൽ അതിൻ്റെ അടിയിൽ വെള്ളക്കെട്ടാണ്. അപ്പം നമ്മുടെ കോർപ്പറേഷനിലെ എൻജിനീയേഴ്സാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ എൻജിനീയർമാരുമല്ല, ഞാനിത് കുറ്റം പറയല്ല, സിസ്റ്റത്തിനെ കുറ്റം പറയല്ല, പൊതുവേ കണ്ടുവരുന്ന ഇവരുടെ ജോലി തീർക്കുക, അവരുടെ ജോബിൻ്റെ പാർട്ടായിട്ട് ഇത് തീർക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പൈസ ചിലവാക്കുന്നതിന് ആ ഒരു കാഴ്ചപ്പാടില്ലാതാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരുടെ ഒരു 10 സെൻറ്റ് സ്ഥലമാണെങ്കിൽ അവരുടെ സ്വന്തമായിട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അവർ ചെയ്യുന്നെങ്കിൽ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ ചെയ്യില്ല. അവർക്ക് ഇത്ര രൂപ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നും കൃത്യമായി മാനേജ് ചെയ്തായിരിക്കും അവർ ചെയ്യുന്നത്. അവരുടെ ഒരു പേഴ്സണലാണ്. പക്ഷേ ഇത് സർക്കാരിൻ്റെ പൈസ കൊടുത്ത് ഇതിനകത്ത് രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നതിനോട് എനിക്ക് അർത്ഥമില്ല. ഞാൻ എൻജിനീയർ ആയതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്.
അല്ലാതെ ഈ പൊളിറ്റിക്കലായിട്ട് വരുന്ന എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അതെ. അത് ഭരിക്കുന്നവരെ ഞാൻ കൗൺസിലും പറഞ്ഞിട്ടുണ്ട്, അത് എൻ്റെ എതിരാളിയെ പോലെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇരിക്കുന്ന എൻജിനീയറുടെ ഡ്യൂട്ടിയാണ് അവരുടെ അടുത്ത് ഇതിന് മറുപടി പറയുക. അതെ. നിങ്ങൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു സാധനം അത് കൃത്യമായി നിങ്ങൾ അതിൻ്റെ എന്താണ് അതിൻ്റെ അല്ലെ നിങ്ങൾക്ക് വയ്യായെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ ഈ കൊല്ലം പട്ടണത്തിൽ ആളുണ്ട്. അതെ. അത് ചെയ്യുന്നില്ല. അത് മാറ്റം കൊണ്ടുവരാൻ ഉറപ്പായിട്ട് ഞാനത് നിരവധി തവണ കൗൺസിലും പറഞ്ഞു. ഇപ്പം നമുക്കത് ചെയ്യിപ്പിക്കാനുള്ള എന്ത് ചെയ്താലും അത് നല്ല രീതിയിൽ ഇങ്ങനെ ഉള്ള ആൾക്കാരിൽ നിന്ന് ഒരു അഡ്വൈസ് വാങ്ങിച്ചിട്ട് ചെയ്യാനുള്ളൊരു ഐഡിയയിലാണ് ഞങ്ങൾ പോകുന്നത്. അതെ, അത് വലിയൊരു സെഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ യുവാവാണ് എന്നൊക്കെ പറഞ്ഞല്ലോ, പൊതുജനങ്ങളുടെ അതുപോലെ യുവാക്കളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഫുട്ബോളിലൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നഗരവികസനത്തിന് കൊണ്ടുവരുമ്പോൾ പങ്കാളിത്തം കുറവാണ്. എങ്കിൽ പോലും പല കാര്യങ്ങളിലും യുവാക്കൾ മുമ്പിട്ട് വന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. കാരണം ഇനിയുള്ള തലമുറയിൽ യുവാക്കളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നഗരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ശരിക്കുള്ള ശക്തി എന്ന് പറഞ്ഞാൽ യുവത്വമാണ്, യുവാക്കളാണ്. അപ്പോൾ അവരെ ഈ പറഞ്ഞ കണക്ക് ലഹരിയിൽ നിന്ന് മാറ്റാനുള്ള കളിസ്ഥലങ്ങളെ കൊണ്ടുവരുന്നുള്ള ഉപരി അവർക്കൊരു നല്ല രാഷ്ട്രീയം, അതുപോലെ നല്ലൊരു നല്ലൊരു നഗരവൽക്കരണം ചെയ്യാനുള്ള ഒരു സ്വയം തോന്നൽ കൊണ്ടുവരാൻ ഇവരെ എന്തുമാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഈ തലമുറ ഞാനിപ്പോഴും ചെറുപ്പക്കാരുമായിട്ട് സഹകരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രശ്നമല്ല. ഇപ്പം ഞാനിപ്പോഴും കോളേജുകളിൽ പോകുന്നതാണ്, KSU എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴൊക്കെ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തുള്ള പിള്ളേർക്ക് രാഷ്ട്രീയമൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അവർ ഇൻസ്റ്റാഗ്രാമിലും റീലുകളും പിൻട്രസ്റ്റ് പോലെയുള്ള പുതിയ സംവിധാനങ്ങളിൽ അവർ പോകുന്നു, കറങ്ങിയെടുക്കുന്നു. അതിൽ പൊളിറ്റിക്സിനോട് അവർക്ക് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നൊരു 5% എങ്ങാണ് ആൾക്കാർക്ക് പൊളിറ്റിക്കലായി ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉള്ളൂ. അവർക്കൊന്നും ഈ രാഷ്ട്രീയത്തിനോടൊന്നും ഇപ്പോൾ രാഷ്ട്രീയം എന്തോ ഒരു മോശമായൊരു മേഖലയാണ് എന്ന് പൊതുബോധം ഇന്ന് ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. അത് രാഷ്ട്രീയക്കാർ കാലാകാലങ്ങളെ ഉണ്ടാക്കിയെടുത്ത ബോധം. അതിന് ഈ പൊതുജനങ്ങളെയോ വിദ്യാർത്ഥികളെയോ യുവജനങ്ങളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയക്കാരന്മാർ പൊതുവെ കള്ളന്മാരാണെന്നുള്ള പൊതുവായ ധാരണ, അല്ല ഒരു പൊതുധാരണ എല്ലാവർക്കും ഉണ്ട്. ഈ വെള്ളയും ഞാൻ വെള്ളയും വളരെ കുറച്ചിടുന്ന ഒരാളാണ്. ഞാൻ പാൻറ് ഏറ്റവും കൂടുതൽ ഇടുന്ന ആളാണ്. രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പം അടുത്ത് ഈ തലമുറ നമ്മൾ അടുത്ത് കണക്ട് ചെയ്യാൻ അദ്ദേഹം എന്തോ ആണ്. നമ്മൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ കിടന്നു. അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ളവരുടെ ഇപ്പോൾ ഏത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയം അവർ ചെറുപ്പക്കാരെ ഇപ്പോൾ ഓരോ ചെറുപ്പക്കാരെ കണ്ടിട്ടാണ് ആരെങ്കിലുമൊക്കെ ഈ പൊളിറ്റിക്സിലോട്ടൊക്കെ വരുന്നത്. അപ്പം മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ചെറുപ്പക്കാർ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ പുതിയ തലമുറ ഇതിനകത്തോട്ട് കടന്നു വരും. ഇപ്പം ഷാഫി പറമ്പിലിന് ഭയങ്കരമായ ഒരു ഫാൻ ബേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ വേറെ ഒരു പൊളിറ്റീഷ്യൻ്റെ പേര് പറയാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. നമ്മളിതിപ്പോൾ ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ പേര് പറയാമല്ലോ. ഷാഫി പറമ്പിൽ ഇന്നലെ തന്നെ അവിടെ ഒരു പരിപാടിക്ക് ചെന്നപ്പോഴത്തേക്ക് ഷാഫി പറമ്പിലിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ എനിക്കൊന്ന് രാഹുൽ ഗാന്ധിയെ കാട്ടി കൂടുതൽ ആളുകൾ കേരളത്തിൽ അവിടെ നിന്ന് തള്ളുകയാണ് ഷാഫി പറമ്പിലിനോട് ഒന്ന് ഫോട്ടോ എടുക്കാൻ. അപ്പം പുള്ളി എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ പുള്ളി ഈ തലമുറയുടെ പൊളിറ്റിക്സ് കണക്ട് ചെയ്യുന്നുണ്ട്. കോളേജുകളിൽ പോകുന്നു, അവിടെ രാഷ്ട്രീയം പറയുന്നില്ല, പൊതുവായ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ തലമുറയുടെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നിടത്തെ ഇനി രാഷ്ട്രീയക്കാർക്ക് പ്രസക്തി, അല്ലാതെ പഴയ കൊളോണിയൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള നമ്മൾ അതൊക്കെ ഉണ്ട്. എങ്കിലും ഈ തലമുറയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഈ തലമുറയുടെ പ്രശ്നങ്ങളെയും അവരുടെ കാര്യങ്ങളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതെ, മാറുന്ന തലമുറയ്ക്ക് ഒപ്പം മാറുന്ന രാഷ്ട്രീയം വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് താങ്കൾക്ക് ശ്രോതാക്കളോട് പറയാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ സന്ദേശം എന്താണ്? ഈ ടൗൺ പ്ലാനിംഗ് ഓഫീസറുടെ ചാർജ് എടുത്തു, അപ്പോൾ താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം, ജനപങ്കാളിത്തം ഒരുപാട് വേണം, അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകരുടെ പങ്കാളിത്തവും എല്ലാം വേണം. ഇതെല്ലാം കൂടി ഒത്തുചേർത്ത് വരുമ്പോൾ ജനപങ്കാളിത്തം തന്നെയാണ് വേണ്ടത്. അതെങ്ങനെ ഉണ്ടാവണം, അത് ഏത് രീതിയിലൊക്കെ താങ്കൾക്ക് കിട്ടണം, അത് താങ്കൾ അതിൽ ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന് നമ്മുടെ ശ്രോതാക്കളോടൊന്ന്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ടൗൺ പ്ലാനിംഗ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം ഇതിപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ കൊല്ലം പട്ടണം എങ്ങനെ ആയിരിക്കണമെന്ന് കൺസെപ്റ്റുള്ള ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടാവും. നിങ്ങളുടെ നിർദ്ദേശം എന്തുവാണെന്ന് എന്നെ ഏതെങ്കിലും മുഖേന, ഞാൻ കൊല്ലം കോർപ്പറേഷനിൽ കാണും,
അല്ലെ എൻ്റെ ഫോൺ നമ്പർ ഞാനിത് കഴിയുമ്പോൾ ഇതിനകത്ത് പറയാം. പറഞ്ഞോളൂ. എൻ്റെ ഫോൺ നമ്പർ 8943192764. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കുരുവിള ജോസഫ് എന്നാണ്. എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി കുരുവിള ജോസഫ് എന്നാണ്. അപ്പോൾ ഏത് മാർഗത്തെ മുഖേനയും നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശം എനിക്ക് ഒരു വോയിസ് ആയിട്ടോ വാട്സാപ്പിലോ എന്തെങ്കിലും ഇട്ടാൽ അതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ പട്ടണത്തിന് അനുയോജ്യമാണെന്ന് തോന്നിയാൽ നമ്മൾ ഉറപ്പായിട്ടും അത് ഇവിടെ നടത്താൻ നമ്മൾ ശ്രമിക്കും. അത് നിങ്ങളുടെ ഒരു പേരൂടെ, നിങ്ങളുടെ ഒരു പേര് നിങ്ങളാണ് ഇന്ന ആള്. ഇപ്പം ഈ ആശ്രാമത്തുനിന്ന് ജിതിനാണ് ഈ നിർദ്ദേശം പറഞ്ഞത്. ആ ജിതിൻ്റെ നിർദ്ദേശാനുസരണമാണ് കൊല്ലം പട്ടണത്തിൽ ഇന്ന ഒരു സംഭവം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്തിരിക്കും. അങ്ങനെ നല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അപ്പം ഞാൻ ഓൾറെഡി ഒരു നിർദ്ദേശം ഞാൻ തന്നിട്ടുണ്ട് ട്രാഫിക്കിനെ കുറിച്ച്. അപ്പോൾ അത് ശരിയാവുകയാണെങ്കിൽ എൻ്റെ പേരും കൂടി പറയണം. അപ്പം നല്ലൊരു സംവാദമായിരുന്നു. അപ്പോൾ എനിക്കും ശ്രോതാക്കളോട് പറയാനുള്ളൊരു കാര്യം, ഞാനും ഒരു ശ്രോതാവുമാണ്, ഞാനൊരു പൊതുജനമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതായത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനോ അല്ല നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനോ തിരഞ്ഞെടുത്ത ആൾക്കാരല്ല ജനപ്രതിനിധികൾ. അവർക്ക് ഒരു സമൂഹത്തിന് മൊത്തത്തിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുക, അതിന് വൈകിക്കാതെ. 5 മിനിറ്റ് വൈകുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് അത്രത്തോളം വീണ്ടും വരും. ഒരു ദിവസം വൈകുമ്പോൾ അപ്പോൾ നമ്മൾ തന്നെ തീർക്കാൻ പറ്റുന്ന പ്രശ്നം നമ്മൾ തീർക്കുക. പൊതു സ്ഥലങ്ങൾ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ കൂടി ബാധ്യസ്ഥരാണ്. നമ്മളാണ് ബാധ്യസ്ഥർ. ഗവൺമെൻറ്റിന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതേത് സർക്കാരും ആയിക്കോട്ടെ. പക്ഷേ ബാക്കി നമ്മളത് കൊണ്ടു നടക്കേണ്ടത് നമ്മളാണ്. കാരണം നമ്മുടെ വീട്ടിലൊരു സാധനം നമ്മുടെ പിതാവോ മാതാവോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കൂടുതൽ കാര്യം ചെയ്യേണ്ടത് നമ്മളാണ്, മക്കളും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ കണ്ട് ഒരു വീട് എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ പൊതുസ്ഥലവും കാണുക. അതുപോലെ തന്നെ മാലിന്യം വലിച്ചെറിയാതിരിക്കുക എന്നുള്ളതാണ്. മാലിന്യം വലിച്ചെറിയാതിരിക്കുക. അതുപോലെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ തരുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. ഇത്രയും എങ്കിൽ മാത്രം നമ്മളൊരു ശരിയായിട്ടുള്ള പൗരൻ എന്ന് നമുക്ക് സ്വയം പറയാൻ പറ്റും. ആരുടെ സർട്ടിഫിക്കറ്റ് അല്ല, നമ്മൾ സ്വന്തം നല്ലൊരു പൗരനാണെന്ന് പറയണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളിലും എല്ലാ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്ന. അടുത്തൊരു നല്ല എപ്പിസോഡ് കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് റിനീഷ് ആൻഡി, നന്ദി, നമസ്കാരം.